Page number 104. Our animal friends. It's about animals. Okay. Our animal friends. Then look at that picture. Then first one, sheep gives us wool. It is already discussed in our previous class. Okay. Sheep gives us wool. Okay. കണ്ടോ എന്താണ് അവിടെ ഒരു ഷീപ്പിന്റെ പിക്ചർ ഉണ്ടല്ലേ ആൻഡ് എന്നിട്ട് എന്ത് പറയുന്നുണ്ട് all of you mark your attendance. Okay, all of you please mark your attendance. Then sheep gives us wool. Okay, ആദിഷ് എന്താ ആദിഷേ അവിടെ എഴുതിയിട്ടുള്ളത്? പ്ലീസ് റീഡ് ദാറ്റ്. എന്താണത്? Sheep give. Yes. Use. Sheep Food. give us Wool. wool. What is sheep? എന്താണ് ഷീപ്പ്? ചെമ്പരിയാട്. കണ്ടിട്ടുണ്ടോ ആദിഷ്? ഇല്ല. ഇല്ല അല്ലേ? ചെമ്മരിയാടാണല്ലേ? And the sheep give us wool. What is wool? Wool. എന്താണ് വൂള്? ആർക്കറിയാം what is wool? നൂല്. എന്ത് നൂലാണ്? കമ്പിളി നൂലുകളാണല്ലേ? What is the specialty of wool and wool? എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? വൂളൻ ഡ്രസ്സിന്റെ ഒക്കെ അറിയാമോ? എപ്പോഴാണ് നമ്മള് വൂളൻ ഡ്രസ് വെയർ ചെയ്യാ? We wear woolen dress in winter season. Okay, winter seasonലാണ് നമ്മൾ ഈ woolen dress ഇടാറ്. എന്തിനാണ്? എന്തിനാണ് ആദിശ്യ നമ്മൾ woolen dress ഇടുന്നത്? ആർക്കാ അറിയാ? എന്തിനാണ് ഇഷാനി? എന്തിനാണ്? ഓക്കെ. തണുപ്പ് മാറാനാണല്ലേ? So woolen dress keep us warm always. So we wear woolen dress in winter season. Okay, we wear woolen dress in winter season. The sheep give us wool for making woolen clothes. Okay, then we wear woolen in winter. So woolen dress is keep us always warm. നമ്മൾ എപ്പോഴും നല്ല warm ആക്കി വെക്കും അല്ലേ? Warm means എന്താണ്? നമുക്ക് നല്ല ചൂടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് വിന്റർ സീസണിൽ വൂളൻ ഡ്രസ് ഇടുന്നത്. നിങ്ങൾക്ക് ഉണ്ടോ വൂളൻ ഡ്രസ്? ഇനിയിപ്പോ വിന്റർ സീസൺ ആണ് വരാൻ പോകുന്നത് അല്ലേ? നവംബർ ഡിസംബർ ഒക്കെ എന്താണ് വിന്റർ സീസൺ ആണ്. സോ നിങ്ങൾക്ക് വൂളൻ ഡ്രസ് ഉണ്ടോ? സ്വെറ്ററും ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഇനിയിപ്പോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ? വൂളൻ ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണ് എഴുന്നേക്കുക അല്ലേ? അല്ലേ? നല്ല ചൂടുള്ള ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴേ അങ്ങനെയാണ് കിടക്കുക. കാരണം രാവിലെ എന്തായിരിക്കും? നല്ല തണുപ്പാണല്ലേ? ഇനി നല്ല തണുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓൾവേസ് വെയർ woolen clothes. So the sheep give us wool. Sheep give us wool. What is the sentence? What the sheep gives us? Sheep give us wool. So we wear woolen dress in winter season. The woolen dress keep us warm always. Okay, so we wear woolen dress at winter season. Okay, so sheep give us wool. Sheep give us wool. So we wear woolen clothes in winter. So what is the first paragraph? Sheep give us wool. All of you please read that sentence. Wool. Sorry, sheep give us wool. What is that, Nuha? Please read the sentence. Nuha Azmin, please unmute and read the sentence. Book എടുക്കണത്രേ. Book എടുത്തിട്ടില്ലേ? Where is your textbook? ഇപ്പം കയറിയതേ ഇല്ലയോ? Oh, ആണോ? Okay, listen here. Then Aiden J. Matthew, please read the sentence. What sheep gives us?
Sheep give us Hmm. wool. Yeah, sheep give us wool. Sheep എന്ന് വെച്ച ചെമ്മരിയാടാണ്. ഈ ചെമ്മരിയാടിനെ എന്ത് ചെയ്യുന്നറിയോ? അതിന്റെ give us ദേഹത്തുള്ള നല്ല തിക്ക് ആയിട്ടുള്ള ഹെയർ ഉണ്ട്. അതിന്റെ ദേഹത്ത് നല്ല കട്ടിയുള്ള രോമങ്ങൾ ഉണ്ടാവും അല്ലെ? തിക്ക് ഹെയർ എവിടെ? ഈ ഷീപ്പിന്റെ ദേഹത്ത്, ഷീപ്പിന്റെ ബോഡിയില് തിക്ക് ഹെയർ ഉണ്ടാവും. എന്നിട്ട് ഈ തിക്ക് ഹെയർ എന്ത് ചെയ്യും? ഈ കട്ടിയുള്ള രോമങ്ങൾ എന്ത് ചെയ്യും? നമ്മളത് കട്ട് ചെയ്തെടുക്കും അല്ലെ? നിങ്ങള് ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് നിങ്ങളുടെ മുടി വെട്ടാറില്ലേ? ഉണ്ടോ? മുടി വെട്ടാൻ പോവാറില്ലേ ഷോപ്പില്? ഉണ്ട്. അതുപോലെയാണല്ലേ ഈ ഷീപ്പിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ മുടിയൊക്കെ വെട്ടുന്ന പോലെ ഷീപ്പിന്റെ ദേഹത്തുള്ള ഈ ഹെയർ, അതിന്റെ മുടി ദേഹത്തുള്ള ഹെയർ മുഴുവൻ വെട്ടിയെടുക്കും നമ്മള്. ഇതിന്റെ ഹെയർ ഒക്കെ വെട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടാണ് എന്താക്കുക? വൂളൻ ക്ലോത്ത്സ് ആക്കുക. നിങ്ങളിപ്പോ വീട്ടിലൊക്കെ വിന്റർ സീസണിൽ ഇടുന്ന ആദിശ്രീ, വാട്ട് ആർ യു ഡൂയിങ് there? Listen. Why are you crying, ആദിശ്രീ? എന്താണ് ആദിശ്രീ? What happened? Listen. ഇവിടെ ശ്രദ്ധിക്കണേ മോളെ. കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ആരാ സമ്മതിക്കാത്തെ? എന്താണ് ആദിശ്രീ? അൺമ്യൂട്ട് ചെയ്തേ. ശ്രദ്ധിക്കുന്നില്ലേ ആദിശ്രീ? ഭയങ്കര കുരുത്തക്കേടാണോ? ആദിശ്രീ നല്ല മോളാണേ, മിസ് പറയുന്നത് ശ്രദ്ധിക്കണേ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള ഹെയർ ഒക്കെ വെട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് ആണ് നമ്മളിപ്പോ വീട്ടിൽ കൂടെ ഇടുന്ന പല കളറൊക്കെ ഉള്ള നമ്മുടെ വൂളൻ ഡ്രസ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? എന്ത്? ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള ഹെയർ കൊണ്ടുപോയിട്ടാണ് ഈ വൂളൻ ഡ്രസ് ഉണ്ടാക്കുന്നത്. സോ sheep give us wool. All of you read that sentence. Sheep. അവിടുന്ന് വായിച്ചേ ഒന്ന് മിസ് പറയുന്ന കൂടെ. Sheep give us wool. Okay, Shahal, please read the sentence. Shahal, ഷാലെ മോനെ ആ സെന്റൻസ് ഒന്ന് വായിച്ചേ ഫസ്റ്റ്. Give us wool. Wool. Okay, very good. Sheep give us wool. Okay, then next one, second picture. What is that? What we can see in that picture? Second one, what is that? എന്താണ് രണ്ടാമത്തെ അപ്പുറത്തുള്ള ചിത്രത്തിലുള്ളത്? That's a cow. Okay, cow. That is cow. So cows and buffaloes gives us milk. Okay, cows and buffaloes give us milk. Cow and buffaloes give us milk. Anvita, please read that. Anvita മോളെ അതൊന്ന് വായിച്ചേ രണ്ടാമത്തെ. Cows and buffaloes give us milk. Okay, very good. Why are you crying? എന്തിനാ കരയുന്നേ? അമ്മ കാലിന് നുള്ളിയോ? അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ കുഞ്ഞിനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ശല്യം ചെയ്യുന്നുണ്ടല്ലേ? ചില ദിവസം തല്ലുന്ന നുള്ളുന്ന എന്താന്നല്ലേ അൻവിത? മിസ് ഇടപെടണോ? സാറിനോട് പറയണോ? പറയണല്ലേ? ഓക്കെ, ക്ലാസ് കഴിയുമ്പോ തന്നെ പറയാം കേട്ടോ അൻവിത. ആ ഓക്കെ. അപ്പൊ സാർ, നമ്മുടെ അൻവിതേനെ എല്ലാ ദിവസവും അമ്മ ക്ലാസ്സിൽ ഇരിക്കുമ്പോ തല്ല് നുള്ളൊക്കെ ചെയ്യുന്നു സാറിനോട് പറയാൻ പറഞ്ഞു. ഓക്കെ കേട്ടോ അൻവിത, സാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. Then cows and buffaloes give us milk. Okay, look at the second picture. That's a cow. Cows and buffaloes give us milk. So the first one is sheep give us wool. So the sheep give us wool and we wear woolen clothes in winter. The woolen clothes keep us always warm because we wear woolen clothes in winter season. And the second one,
cows and buffaloes give us milk. എന്താണ്? Cows and buffaloes give us milk. എന്താ അതിൽ പറയുന്നത് ഫാത്തിമ മെഹ്റൈൻ? എന്താണ് സെക്കൻഡ് വൺ? പശു എന്ത് തരും? അൺമ്യൂട്ട് ചെയ്തേ. പാല്. ആരൊക്കെ പാല് തരും? കവും ബഫല്ല. Cows and buffaloes. Buffalo. Give us. Cows and buffaloes. Yes. Cows and buffaloes give us milk. Milk. Okay. Okay. Then, so listen. The first picture is the sheep, and sheep give us wool. Read the first sentence. Sheep give us wool. So we wear woolen clothes in winter season. So woolen clothes keep us always warm because we wear woolen clothes in winter season. And the next one is cows and buffaloes gives us milk. Cows and buffalo. പശുക്കൾ അല്ലേ? പശുക്കളും ബഫലോസും. cows and buffaloes. പശുക്കളും എരുമയും ഒക്കെ നമുക്ക് എന്ത് തരും? gives us milk. Do you like milk? ഇഷ്ടാണോ നിങ്ങൾക്ക്? ആണല്ലേ? അപ്പൊ cows and buffaloes gives us milk. And the third picture, what is that? The third one, what is that? മൂന്നാമത്തെ പിക്ചർ എന്താണ്? What is that, Lubaba? എന്താണത്? കോഴി മുട്ട തരും. Hens give us eggs. Do you like egg? Egg and milk are healthy food. It help to grow healthy. Okay. Hens give us eggs. കോഴിയാണല്ലേ? Hens give us eggs. Okay. So the first one is sheep give us wool. Then second one, cows and buffaloes give us milk. Cows and buffaloes give us milk. Hen gives us egg. Okay, hens give us egg. അല്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ടോ hen? എത്ര പേരുടെ വീട്ടിലുണ്ട്? ഷഹലിന്റെ അടുത്തുണ്ട് അല്ലേ? ഷഹൽ. നിറ്റാഷന്റെ അടുത്തില്ല? ഓക്കെ, ഷഹലിന്റെ അടുത്തുണ്ട്. പിന്നെയോ ലുബാബയുടെ അടുത്തുണ്ട്. ഓക്കെ ഓക്കെ, ലിസൺ. Hens give us eggs. Then next one, next picture, what is that? എന്താണത്? നാലാമത്തെ പിക്ചർ എന്താണ്? What is that, Vaiga? Please unmute. Honey bee. Yes, honey bee. What they give us? Make honey. Honey. Do you like honey? Yes. What is the taste of honey? എന്താണ്? ഹണിയുടെ ടേസ്റ്റ് എന്താണ്? മധുരാണല്ലേ? It is so sweet. Okay, honey is very sweet. And who makes honey? Who makes honey? Honey bee. Yes, honey bees are makes honey. Honey is very sweet. And all of you like honey? Aisha Manയുടെ അടുത്ത് എന്തുണ്ട്? Is that honey, Aisha Mana? Yes. Yes. Aisha Mana കഴിക്കാറുണ്ടോ? യെസ്, ഹണി ആണല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അത്? നല്ല ടേസ്റ്റ് ആണ്, നല്ല സ്വീറ്റ് ആണല്ലേ? It is so sweet. And honey bees are make honey. Who makes honey?
ഹണി ബി ആണല്ലേ ഹണി ഉണ്ടാക്ക. സോ ഹണി ബീസ് മേക്ക് ഹണി. വാട്ട് ഇസ് ഹണി ബി? തേനീച്ചകൾ അല്ലേ? തേനീച്ചയാണല്ലേ, അതിനാണ് ഹണി ബി എന്ന് പറയാ. തേനീച്ചകള്. തേനീച്ചയുടെ കുത്ത് കിട്ടിയിട്ടുണ്ടോ? ഹണി ബി ബൈ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ ആരെങ്കിലും തേനീച്ച കുത്തിയിട്ടുണ്ടോ? ആ, അൻവിതേനെ കുത്തിയിട്ടുണ്ടോ? അൻവിത എനക്കും എന്റെ അനിയനും കുത്തീനി. ആണല്ലേ? ആ, അൻവിതയുടെ അനിയനെയും തേനീച്ച കുത്തിയിട്ടുണ്ട്. ഓക്കെ, റിയാനെ കുത്തിയിട്ടുണ്ടോ? റിയാൻ? ഈ അടുത്തല്ലേ റിയാൻ? അന്നല്ലേ ഒരു ദിവസം? ആ, മിസ്സിന് ഓർമ്മയുണ്ട്. പിന്നെ ആരെയാണ്? ഫാത്തിമ ജാബർ തേനീച്ച കുത്തിയിട്ടുണ്ടോ? ഫാത്തിമ? ഇല്ല അല്ലേ? ആ, പിന്നെ ആരാണ്? നിതാഷേനെ കുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് മെല്ലെ കുത്തിയിട്ടുണ്ട് അല്ലേ? പിന്നെ ആരാണ്? ലുബാബ? എനിക്ക് ഇങ്ങനെ കുത്തീനി. ആണല്ലേ? കുത്തിയിട്ടുണ്ട്. എന്താണ്? മിനിയാന്നോ? എന്താ മോളെ? മിസ്സിന് ക്ലിയർ ആയില്ല. ഓ, പനിയാണോ ലുബാബ? ഓക്കെ, അതാണ് ലുബാബയുടെ സൗണ്ടിന് ഒരു മാറ്റല്ലേ? നല്ല പനിയുണ്ടോ? ഓക്കെ, ഹോസ്പിറ്റലിൽ പോയില്ലേ? എന്താണ്? ഇഞ്ചക്ഷൻ എടുത്തല്ലേ? ഓക്കെ, പെട്ടെന്ന് സുഖാവട്ടെ കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുക്ക. അപ്പൊ പനിയൊക്കെ പെട്ടെന്ന് പോവേ. ആദ്യ തേനീച്ചേനെ കണ്ടിട്ടുണ്ടോ? തേൻ കഴിച്ചിട്ടുണ്ടോ? തേനീച്ചയുടെ കുത്ത് കിട്ടിയിട്ടുണ്ടോ? ആദ്യ പ്ലീസ് അൺമ്യൂട്ട്. ആദ്യ ഓക്കെ, പറയൂ ആദ്യ, എന്താണ്? ഓക്കെ, ലിസൺ. അപ്പൊ നമ്മള് ആയിഷ എന്താണ്? ആയിഷ ഉണ്ടായിരുന്നോ? അതെ അല്ലേ? തേനീച്ചയുടെ വലിയ കൂടാണല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ കൂട്? ആയിഷാമാന കണ്ടിട്ടുണ്ട്. വലിയ കൂടൊക്കെയാണ് ഉണ്ടാവുക അല്ലേ? അതിലാണ് അത് എന്ത് ചെയ്യാ? ഹണി ഉണ്ടാക്കുക അല്ലേ? സോ ഹണി അതിലാണ് അത് തേൻ ഉണ്ടാക്കുക. ആ കൂടിന്റെ അകത്താണ് തേൻ ഉണ്ടാവുക അല്ലെ? എന്ന് വിചാരിച്ച് തേനീച്ചേനെ കാണുമ്പോ നിങ്ങള് തേൻ എടുക്കാനൊന്നും പോയരുത് കേട്ടോ. എന്ത് ചെയ്യും അപ്പൊ? കുത്ത് കിട്ടും അല്ലെ? നല്ല. ആദിശ്രീ കണ്ടിട്ടുണ്ടോ? ആദിശ്രീ തേനീച്ചേനെ? ആദിശ്രീ തേനീച്ചേനെ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ honey bees make honey. And the next one, donkeys carry loads. Donkeys carry loads. എന്ത് ചെയ്യുന്നുണ്ട്? What is donkey? Donkey. Do you see a donkey before? What is donkey? Muhammad Shasil. What is donkey? എന്താണ് ഷാസിലെ ഡോങ്കി? കഴുത അല്ലേ? കഴുത എന്ത് ചെയ്യും? ഡോങ്കി ക്യാരി ലോഡ്സ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. മീൻസ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ
കഴുതപ്പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോകാറുണ്ട് അല്ലെ? ഈ ലോഡ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിന് പുറത്ത് കയറ്റിയിട്ടാണ് കൊണ്ടുപോവുക അല്ലെ? സോ donkey carry loads. Okay, donkeys are carry loads to one place to another place. Okay, donkeys carry loads from one place to another place. They carry loads. Okay, so listen once again. Look at the first picture, that is sheep. So sheep gives us wool. Wool always keep us warm. We use wool for making woolen clothes, and this woolen clothes we use woolen clothes in winter season, and this woolen clothes keep us always warm. So sheep give us wool. Then next one, cows and buffaloes give us milk. Cows and buffaloes are domestic animals. They give us milk. അതിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണല്ലേ ആര്? കൗസിനെയും ഡോങ്കീസിനെയും. ആൻഡ് ദേ ഗിവ് us milk. അത് നമുക്ക് എന്ത് തരും? പാല് തരാറുണ്ട്. Then hens give us eggs. നമുക്ക് ഫുഡ് തരും അല്ലേ? എന്ത് ഫുഡാണ് തരിക? എഗ് തരും അല്ലേ? മുട്ട തരും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? മുട്ട ഓംലെറ്റും പുഴുങ്ങിയിട്ടും ഒക്കെ നമ്മൾ കഴിക്കും അല്ലെ? മുട്ടയും പാലും ഒക്കെ എന്താണ്? That are healthy foods. So എപ്പോഴും എന്ത് ചെയ്യും? Always eat healthy food like milk and eggs. Okay, then next one, honeybees makes honey. So we all like honey, and honeybees like to eat honey, and honeybees are make honey. Honey's taste is very sweet. Okay, honey is very sweet. Honey എന്താണ്? വളരെ മധുരാണല്ലേ? കഴിക്കാൻ വേണ്ടി നല്ല മധുരാണ് ഉണ്ടാവുക. കയ്പാണോ? പുളിയാണോ? എരിവാണോ? അല്ലല്ലോ. എന്താണ്? നല്ല മധുരാണ് ഉണ്ടാവുക അല്ലെ? അല്ലേ ഉമറേ? തേൻ കഴിച്ചിട്ടുണ്ടോ? ആ, കഴിച്ചിട്ടുണ്ട് അല്ലേ? നല്ല മധുരാണ് അല്ലേ? Then donkeys carry loads. Donkeys എന്ത് ചെയ്യും? സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുക. ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആ പിക്ചറിൽ കണ്ടോ? കഴുതയുടെ പുറത്ത് എന്തോ സാധനം വെച്ചിട്ട് അതിനെ നടത്തി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? സോ donkeys carry loads. The next one, dogs guard our house. The last picture is a dog. Then dogs guard our house. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വരുമ്പോ, പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള പട്ടി എന്ത് ചെയ്യാ? നന്നായിട്ട് കുരയ്ക്കും അല്ലെ? എപ്പോഴും വരുന്ന ആൾക്കാർ വരുമ്പോ പട്ടി കുരയ്ക്കാറുണ്ടോ? എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വരുന്ന ആള് അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും, നിങ്ങളുടെ അച്ഛനോ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോ പട്ടി അപ്പൊ തന്നെ ഭയങ്കര ശബ്ദത്തിൽ കുരക്കുവോ? ഇല്ലല്ലോ. അറിയാത്ത ആളുകൾ വരുമ്പോ, നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും വരുമ്പോഴാണ് എന്ത് ചെയ്യാ? പട്ടി കുറച്ചിട്ട് ശബ്ദം ഉണ്ടാക്കും അല്ലെ? അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ആരോ വരുന്നുണ്ട്, പരിചയമില്ലാത്ത ആരോ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ? സോ ഡോഗ്സ് ഗാർഡ് അവർ ഹൗസ്. പട്ടികൾ എന്ത് ചെയ്യും? നമ്മുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യും, ഗാർഡ് ചെയ്യും അല്ലെ? ആൾക്കാർ, സ്ട്രേഞ്ചേഴ്സ് ഒന്നും വരാതെ നമ്മുടെ വീടിനെ ഗാർഡ് ചെയ്യും അവര്. സോ ഫസ്റ്റ് വൺ തൊട്ട് നോക്കാം ഒന്ന്. Sheep give us wool, cows and buffaloes give us milk. ഇത് വായിക്കാൻ പഠിക്കണം കേട്ടോ. മിസ് വായിക്കുമ്പോ മിസ്സിനെ നോക്കുക, മിസ്സിന്റെ കൂടെ തന്നെ വായിച്ചു നോക്കുക. എന്നിട്ട് കിട്ടാത്ത വേർഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സിനോട് പറയുകയും ചെയ്യണം കേട്ടോ റഫാൻ. ഇവിടെ ശ്രദ്ധിക്കണേ. എന്നിട്ട് പരിചയമില്ലാത്ത വേർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡ് കിട്ടുന്നൊന്നും ഇല്ലെങ്കിൽ മിസ്സിനോട് പറയാ കേട്ടോ അഭിനവേ? ഓക്കെ, so first one ഒന്ന് നോക്കുക. Sheep give us wool. The first word is sheep give us wool. Then second one, cows and buffaloes give us milk. Then third one, hens give us eggs. And then fourth, honeybees make honey. Honeybees make
honey. Then donkeys carry loads. Donkeys carry loads. Dogs guard our house. Dogs guard our house. Okay. ഇത്രയും എന്ത് ചെയ്യാ, നന്നായിട്ട് ഇന്ന് വായിച്ചു പഠിക്കുക കേട്ടോ. എല്ലാരും വായിച്ചു പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോ ഓരോരുത്തരെ കൊണ്ട് മിസ് ഇത് മുഴുവൻ വായിപ്പിക്കും കേട്ടോ. കേൾക്കുന്നുണ്ടോ? അപ്പൊ നന്നായി വായിച്ചു പഠിച്ചിട്ട് വേണം വരാൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് മുഴുവൻ പേരെ കൊണ്ടും വായിപ്പിക്കുകയാണ് ചെയ്യുക. Okay, so then I'm going to wind up this class. Okay. Then I'm going to wind up, and then okay, then tata, bye bye, see you in the next class. Okay. Bye bye. Bye. നന്നായി വായിച്ചു നോക്കിയിട്ട്, നല്ല മക്കളായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. Okay, tata, see you in the next